മക്കളെ, നടികർ തിലകം OTT റിലീസായി. കാണാത്തവരെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? പടം കണ്ടിട്ട് എന്താ തോന്നുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? പടം ഭയങ്കര സെറ്റപ്പിൽ വന്ന പടമായിരുന്നു കേട്ടോ. അവർ എന്തൊക്കെ ഇതായിട്ടാണ് പടം വന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുത്തപ്പോഴുള്ള പരിപാടികളുണ്ടല്ലോ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ തലയിൽ കൈ വെച്ച് പോയി. നിങ്ങൾ എന്താവുന്നുള്ളത് എനിക്കറിയില്ല. തലയിൽ കൈ വയ്ക്കുകയോ കാല് വയ്ക്കുകയോ എന്നുള്ളത് എനിക്കറിയില്ല. 40 കോടിയാണ് അവർ അതിനകത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വരവ് ചിലവ് നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും എന്താ പറയുക എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം. ലീഡ് ആക്ടേഴ്സിൽ വന്നത് ടൊവിനോ തോമസ് ആണ്. പിന്നെ ആക്ട്രസ് ദിവ്യ പിള്ള ഉണ്ടായിരുന്നു, ഭാവന ഉണ്ടായിരുന്നു. സപ്പോർട്ടിംഗ് റോൾസിൽ സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ലാൽ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, ഇന്ദ്രൻസ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, റൈറ്റർ എന്ന് പറയുന്നത് സുവിൻ സോമശേഖരനൊക്കെയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാനുണ്ട്. ഞാൻ ഫിനാൻഷ്യലിലേക്ക് അധികം കടക്കാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത് 40 കോടിയാണ്. അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കോടി ടോവിനോക്കി, അത് എസ്റ്റിമേറ്റഡ് ആണ്. അതേപോലെ ദിവ്യ പിള്ള ഭാവനയായിട്ട് അവർക്ക് 1 കോടി, ഡയറക്ടറിന് 1 കോടി, അതായത് ലാൽ ജൂനിയറിന്, മ്യൂസിക് ഡയറക്ടറിന് ഒരു 50 ലക്ഷം, റൈറ്ററിന് ഒരു 3 ലക്ഷം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബാക്കിയെല്ലാം കൂടിയിട്ട് വരുന്നത് ഒരു 30 ലാക്സ്, 30 കോടി 20 ലക്ഷത്തിനടുത്ത് വരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു 4 കോടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് വശങ്ങൾ. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇതിന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരൊരു 4 കോടി പൊട്ടിച്ചിട്ടുണ്ട്. ട്രെയിലേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ലക്ഷം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു 1.2. കറക്റ്റാട്ടോ, അത് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. PR ആക്ടിവിറ്റിക്ക് ഒരു 70 ലക്ഷത്തിൻ്റെ അടുത്ത് പൊട്ടിച്ചു. മിസ്ലേനിയസ് കണക്കുകൾ വരുന്നത് ഒരു 1.3 ക്രോഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തിയേറ്ററിക് റിലീസ് ഇത് 3 മെയ് 2024 ഇത് തിയേറ്ററിക് റിലീസ് ആയിട്ടുള്ളത്. സ്ക്രീൻസ് അത് എത്രയാണെന്നുള്ളത് അവൈലബിൾ അല്ല. ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അവൈലബിൾ അല്ല കേട്ടോ. ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ക്രോഡ്സ് ആണ്. ഇന്ത്യ നെറ്റ് കളക്ഷൻ 2.15 ക്രോഡ്സ്. ഓവർസീസ് നെഗ്ലിജിബിൾ ആണ് കേട്ടോ. വേൾഡ് വൈഡ് ഗ്രോസ് 2.5 ക്രോഡ്. തിയേറ്ററിക്കൽ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1.08 വരുന്നുണ്ട്, ക്രോഡ്സ് ആണ്. ടാക്സ് ഡിഡക്ഷൻ 38 ലാക്സ് വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ അതേപോലെ 1 കോടിയുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ OTT റൈറ്റ്സ്, OTT എവിടെ പോയിട്ടുള്ളത്? സൈനയിലേക്കാണ് പോയിട്ടുള്ളത്, സൈന പ്ലേയിലേക്കാണ് പോയിട്ടുള്ളത്. ഒരു 50 ലക്ഷമാണ് എസ്റ്റിമേറ്റഡ്. അതുപോലെ തന്നെ അതൊരു ലോ പോസ്റ്റ് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. സാറ്റലൈറ്റ് റൈറ്റ്സ് 1.5 ആണ് വന്നിട്ടുള്ളത്. നോട്ട് പബ്ലിക്കലി അവൈലബിൾ ആണ്, എസ്റ്റിമേറ്റഡ്. ലൈക്ക്ലി ഇതേപോലത്തെ പടങ്ങൾക്ക് കിട്ടുന്നത് അത്രയാണ്. ഓഡിയോ മ്യൂസിക് റൈറ്റ്സ് ഒരു 20 ലക്ഷത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം, അതായത് തിയേറ്ററിക്കൽ, OTT, സാറ്റലൈറ്റ്, മ്യൂസിക് കൂടിയിട്ട് 3.28 ക്രോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ടാക്സൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു 44 കോടിയുടെ അടുത്ത് അവർക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 41 ലക്ഷം ലോസാണ്. എന്താ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കേട്ടിട്ട്? ഇതിനകത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയട്ടെ മക്കളെ. അപ്പോൾ ശരി, ബൈ ബൈ.